ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായി സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. ഓ മറിയാമേ, ഞാൻ ജീവികൾ തൻ ജീവൻ താൻ പുനരുജ്ജീവനമോടെഴുന്നേൽക്കും ഞാൻ താൻ. ഞാൻ കൊല്ലപ്പെട്ടോൻ, ഞാൻ കല്ലറയാർന്നോൻ, തൊട്ടിടരുതേ ഞാൻ താതാന്തികമേറിയിട്ടില്ല. Christ is risen. Indeed, he is risen. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റുവെന്ന് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പാടിപ്പറയുന്ന നിമിഷമാണ് ഇന്ന്. ക്രൈസ്തവ സഭ ഒന്നടങ്കം കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ കൊണ്ടാടുകയാണ്. കഴിഞ്ഞ 50 ദിനങ്ങൾ നോമ്പും നിഷ്ഠയും നമസ്കാരങ്ങളോടുകൂടി ആത്മശരീര മനസ്സുകളെ നിയന്ത്രിച്ചും ആത്മസംയമനത്തോടും നാം നടത്തിയ തീർത്ഥാടനത്തിൻ്റെ തീരവും തുറമുഖവും കണ്ടെത്തി വന്നണഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ സാക്ഷീകരിക്കുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് സഭയുടെ ആരാധനാ ജീവിതത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവുമാണ്. അതോടൊപ്പം നാം ഓരോ വിശ്വാസികളുടെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നങ്കൂരവുമാണ്. പ്രതീക്ഷയുടെ വലിയ തിരുനാളാണ് ഉയർപ്പിലൂടെ നാം ആഘോഷിക്കുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ചിതറിപ്പോയ ദുഃഖിതരായ ശിഷ്യ സമൂഹത്തിന് വെളിച്ചമുദിച്ച ദിനം കൂടിയാണ് ഉയർപ്പ് പെരുന്നാൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉദ്ധിതനായ കർത്താവിൽ പ്രതീക്ഷയുടെ ഒരു തിരുനാളം നമുക്ക് മുമ്പിൽ തെളിഞ്ഞ് പ്രകാശിക്കും. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നമ്മോടൊത്തുണ്ടെങ്കിൽ നമ്മുടെ നിരാശയും ഭയവും മാറും. ഉദ്ധിതനായ ക്രിസ്തുവിനെ നോക്കി സഞ്ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.